ഓ അതെ ഫ്രോഗ് അടിച്ച് മേളി വന്ന്. ഹായ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ചൂണ്ടക്കാരൻ്റെ അടിപൊളി വീഡിയോയിലൊക്കെ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടക്കായൽ കിടക്കുവാട്ടത്. എനിക്ക് 4 പാടും വെള്ളമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വള്ളത്തെ വന്ന് മീൻ പിടിക്കുന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അമരക്കാരൻ സിദ്ധാർത്ഥപുരമാണ് കേട്ടോ. കേൾക്കണ്ടോ, കുറേ ഇരിപ്പുണ്ട്. പുള്ളിയാണിന്ന് നമ്മളെ വള്ളം നമ്മൾ ഒഴിഞ്ഞോരോ സ്ഥലത്തോട്ട് എത്തിക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ ഒരു 3 പേർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന വെള്ളമാണ് കേട്ടോ. നമ്മൾക്ക് വള്ളത്തെ കയറിയാൽ ശരിക്കും പറഞ്ഞാൽ വലിയ പരിചയമില്ല. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് അധികം സാഹചര്യമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വേണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ വർത്താനമൊന്നുമില്ല. നമുക്ക് നേരെ ഇതിനകത്ത് കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ മീൻ പിടിക്കാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വള്ളത്തെ കയറിത്തെ സൂര്യനൊക്കെ ആണെങ്കിൽ ഉദിച്ച് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വള്ളത്തെ പോകുമ്പോൾ ഈ ചുറ്റുമുള്ള കാഴ്ചകളുണ്ട്. നമുക്ക് വർണ്ണനാതീതമാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു തന്നെ അറിയണം, എന്നാലേ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. നമ്മളത്തെ വള്ളം തുഴഞ്ഞ് നമ്മൾ സ്പോട്ടിലോട്ട് പയ്യെ പോവാണ്. നമ്മളെറിയുന്നതിൻ്റെ കൂടുതൽ ഭാഗത്തും ഇതുണ്ട്, ഇതേപോലത്തെ മുള്ളനും ഈ കാണുന്ന പോലത്തെ പുൽക്കെട്ടുമാണ് കേട്ടോ കൂടുതലും. അപ്പോൾ ഇതിൻ്റെ അടിയിലും പരിസരത്തും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ മീൻ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ സ്ഥലങ്ങൾ നോക്കിയാണ് നമ്മൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കാറ്റുണ്ട്. കാറ്റിൻ്റെ ദിശയ്ക്ക് നമ്മൾ വിട്ടേക്കുവാണ് വള്ളത്തിന്. വള്ളം ഇഷ്ടമുള്ള വഴിക്കങ്ങ് പോവാം. നമ്മളും ആ വഴിക്കങ്ങ് പോയി എറിയും. 2 ചൂണ്ടക്കാരൊന്നും കന വേറെ കേട്ടോ. 1 2 ഞാൻ നടുക്കുന്ന വീഡിയോ പിടിക്കുന്നു. ഇറക്കൂ താമരക്കോഴികൾ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാം താമരക്കോഴികളാണ് കേട്ടോ. ഇഷ്ടം പോലെ അവിടെ ഇരിക്കും. അയ്യോ എൻ്റെ മോനെ, കിടിലം മീനായിരുന്നു തോന്നുന്നു കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ സാധനമാണത്. അടിക്കടാ. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ സാധനമാണത്. അടിച്ചോ, മീനടിച്ച് ഗൈസ്. അവൻ കമ്മി എടുക്കുമായിരുന്നു കേട്ടോ. നോക്കി പിടിച്ച് ഇറച്ചിയുടെ മീനടിച്ചിട്ട് നമ്മളെരിക്കും രക്ഷയില്ല കേട്ടോ. വെള്ളം ചെറുമീനാണെന്ന് തോന്നുന്നു. മുള്ളനാ കേട്ടോ. ഫുള്ള് മുള്ളനാട്ടോ വരുന്നത്. മീനുണ്ടോ ഒത്തി? ചെറിയ മീനാണോ? വരാലോ. കരക്കീരേറെ മീൻ പോയി പോയേട്ടാ. കിടിലം വരാല്. ഞാൻ പിടിച്ചോളാം. ഗ്രിപ്പർ എടുത്തു എൻ്റെ കരക്കീറോ വീടിപ്പോയി. കിടിലം വരാല്. ഒരാളാ നോക്കിയ കിടില സൈസ്. എന്ത് കണ്ടോ, കൈയുണ്ടോ? എൻ്റെ കൈയുടെ നീളമുണ്ട്. കിട്ടുക്കൻ. ഇവിടെ വെച്ച് നമുക്ക് അധികം കാണിക്കാൻ പറ്റത്തില്ലല്ലോ. വള്ളത്തെ ചാടി വെള്ളത്തിൽ പോകാതെ നമ്മൾ കരയ്ക്ക് പോയിട്ട് എന്തായാലും കാണിക്കാം. എന്നാ കൊല്ലിയോണ്ട് എടുക്കണം. അവന് സ്ട്രൈക്ക് ചെയ്ത് പോലും ഇല്ല കേട്ടോ. വന്നിട്ട് ഇങ്ങനെ കമ്മി അങ്ങ് അടിയിൽ നിന്ന് ഇങ്ങനെ സക്കി എടുക്കുമായിരുന്നു തോന്നുന്നു. ആ സെറ്റപ്പ് എടുത്തു. എൻ്റെ പൊന്നെ ചിമിട്ട കഴിഞ്ഞ എങ്ങനെ വെച്ചാൽ 1 കിലോയ്ക്ക് എടുത്തുള്ളൂ കേട്ടോ. ഗ്യാരണ്ടിയാ. അവിടെ ചെല്ലും ചത്തു. അത് വേറെ കാര്യം. എന്നാ വരാനോ നോക്കി കേട്ടോ. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം വരാൻ. നമുക്കൊരു മീൻ അടിച്ചു കേട്ടോ. ചെറുമീനാണോ? പോയോ? ഇല്ലില്ല എൻ്റെ പൊന്നെ. ആ പുൽക്കെട്ടിൻ്റെ പുറയുന്ന കേട്ടോ അടിച്ചേ. കിട്ടിയില്ല. ആ മോനെ ഫ്രോഗ് അടിച്ച് മേളി വന്ന്. ഇതുണ്ട് എൻ്റെ പൊന്നോ. എൻ്റെ പൊന്നെ ഇതുണ്ടോ. അയ്യോ അവൻ രക്ഷപ്പെടാൻ നോക്കി കേട്ടോ. മപ്പ് ഹുക്കപ്പായിരുന്നു. ഇത് കണ്ടോ, ഫ്രോഗ് അടിച്ച് മേളിൽ കയറി വന്ന്. കിടിലം ഹുക്കപ്പ്. മുള്ളർ മാജിക്.
ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സ്വയംഭ കിടില ചെറുമീൻ. എടുത്ത് എൻ്റെ പൊന്നെ കണ്ടില്ലേ ഉണ്ടല്ലോ. നമ്മളെന്നാ അറിയാം, മുമ്പ് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ടല്ലോ, മിസ്സായി പോയി. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷീൻ മാറ്റിയതാണ് കേട്ടോ, സ്റ്റിക്ക് മെഷീനും മാറ്റിയതേ. നമ്മളത് നമ്മുടെ ഇത് കണ്ടില്ലേ എന്നുവെച്ചാൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ. നമുക്ക് മീനെ ഗെയിം ഫിഷിംഗ് വരത്തില്ലേ, മീനെ നമ്മൾ ആസ്വദിച്ച് പിടിക്കാൻ പറ്റിയ സാധനം. നമ്മൾ ഈ പുല്ല് പോലെ സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ മീനെ പിടിക്കുമ്പോൾ മീൻ കിടന്ന് കണ്ടമാനം ഓടും. പിന്നെ നമുക്ക് അവനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ സമയത്ത് മീൻ പെട്ടെന്ന് ഊരിപ്പോകും. കഴിഞ്ഞ ദിവസം നമുക്കൊരു 5-6 ചെറിയ ഊരിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഇതുകൊണ്ട് വന്നത്. കല്ലൻ റോഡാണ്, ട്രൈബൽ ബെസ്റ്റ് കല്ലൻ റോഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇത് മാറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ പിടിക്കുന്നത് വള്ളത്തെ ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അധികം അങ്ങനെ ഇരുന്ന് സ്ട്രൈക്ക് ഇത് പിന്നെ ഹുക്കപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ മറിഞ്ഞ് വെള്ളത്തിൽ പോകും. മൊത്തം ഒരു ബാലൻസിങ് അല്ല. നമ്മൾ വട്ടക്കായലാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്, കണ്ടില്ലേ. ഇപ്പം എന്തായാലും നമുക്ക് ഒരുത്തനെ കിട്ടി കേട്ടോ. നിന്നെ വിടത്തില്ല നിന്നെ. അതെ അമ്പള മോനെ, എൻ്റെ ഫിന്നൊക്കെ ഉണ്ടോ? ദേ നോക്കി, നല്ല സുന്ദര സാധനം കേട്ടോ. അത് നല്ല കിടിലൻ കളറാണ്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല ഓറഞ്ച് കളറൊക്കെ കയറി വന്നിട്ട് നല്ല അടിപൊളി കളറ്, നല്ല അടിപൊളിയായിട്ട് കളർ ഗേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നാച്ചുറൽ കളർ ഗേഡ്. ഇതേ ഫിന്നൊക്കെ വിരിച്ച് നമുക്ക് നല്ല ഫോട്ടോ എടുത്തോളാൻ പറയാണ് ചെറുമീൻ നിന്ന് വരുന്നത് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ കിടിലൻ ഒമ്പോ അടിപൊളി ചെറുമീൻ കേട്ടോ. പറയാമല്ലോ, ഒന്നും പറയാം. നല്ല സുന്ദരം ചെറുമീൻ അതാണോ. നല്ല തീറ്റ എടുത്ത് കിടന്ന മീനാണ്. നമുക്ക് അതിൻ്റെ വയറ് കാണുമ്പോൾ അറിയാം. ഇത് കണ്ടോ, ഈ ബെല്ലി സൈഡ് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും മീനിൻ്റെ ആ തീറ്റ എടുത്തിട്ടുള്ളതാണോ പട്ടിണി കിടന്ന മീനാണെന്ന്. കണ്ടോ, ഇത് നോക്കി നല്ല എന്നെ അഴകാന്ന് നോക്കി, അടിപൊളി. ഓ, പിന്നെ കൊല്ലിക്കകത്തിട്ടിട്ട് നമുക്ക് വീണ്ടും തകപ്പനേറിയാം. അടിച്ച് ഗൈസ് പോയോ? പോയി മിസ്സായിപ്പോയി കേട്ടോ. അങ്ങ് കാണുന്ന ആ പോളയുടെ വളവെങ്കലിൻ്റെ അപ്പുറത്തു നിന്നാണ് ഇവിടെ അടിച്ചേ. അടിച്ച് എത്തോണ പോയോ? വീണ്ടും പോയി. ചേട്ടാ അതെ, ആ സെയിം സ്പോട്ടിൽ തന്നെയാണ് അടിച്ചേട്ടാ. വീണ്ടും പോയി. സൈക്കോ മീനാന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ എറിഞ്ഞു നോക്കാം. അടിച്ച് പൊങ്ങിട്ടില്ല കേട്ടോ. ആ ചെറുമീനാന്ന് തോന്നുന്നു. ചെറുമീൻ പോട്ടെ. ആ വരുന്നുണ്ട്. മാക്സിമം. അയ്യോടാ പോയി. എന്താ പോലെ ഇത് കണ്ട ആ മുള്ളനെ മതി. അവിടെ ഒരു മുള്ളനുണ്ടോ, ഒത്ത വന്ന് കയറിയ കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഫിഷിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുനിന്ന് അത് നേരം വെളുത്ത് വരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം മീൻ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ക്യാമറയിൽ പതിഞ്ഞില്ല. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ആവശ്യമൊന്നും ഇതിൻ്റെ അത് കാണിക്കാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ഏതും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഓരോ പ്രചോദനം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുവരേക്കും